ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മള് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസിൽ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് പഠിച്ചു അല്ലെ. ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ പഠിച്ചത്? ഫിൽട്രേഷൻ പഠിച്ചു, സീവിങ് പഠിച്ചു, ഹാൻഡ് പിക്കിംഗ് പഠിച്ചു അല്ലെ. വേറെയും കുറെ സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. അതിനകത്ത് തന്നെയും സോളിഡും സെപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. ലിക്വിഡ്സ് അല്ലെ, വെള്ളവും ഓയിലും ഉള്ള മിക്സ്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്ത്? ഡീകാന്റേഷൻ ചെയ്തു അല്ലെ. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. യൂസ് ഓഫ് മോർ ദാൻ വൺ മെത്തേഡ്സ് ഇൻ സെപ്പറേഷൻ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക, ഒരു മിക്സ്ചർ ഓഫ് സാൻഡും സോൾട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, ഒരു സാൻഡും സോൾട്ടും എടുത്ത് ഞാൻ മിക്സ് ചെയ്തു. ഓക്കെ, എത്ര മൈന്യൂട്ട് ആണല്ലേ? സോൾട്ടും ഭയങ്കര മൈന്യൂട്ടാ, സാൻഡും ഭയങ്കര മൈന്യൂട്ടാ അല്ലെ. നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേടാ സാൻഡും സോൾട്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവരെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഇവരെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഹാൻഡ് പിക്കിംഗ് ചെയ്യാൻ പറ്റുമോ? കൈ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റുമോ? ഓരോരോ ഉപ്പിനെയും എടുത്ത് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ പോസിബിൾ അല്ല. സാൻഡിന്റെയും ഷുഗറിന്റെയും സെപ്പറേഷൻ അല്ലെങ്കിൽ സാൻഡിന്റെയും സോൾട്ടിന്റെയും സെപ്പറേഷൻ മെത്തേഡിൽ നമുക്ക് ഹാൻഡ് പിക്കിംഗ് ചെയ്യാൻ പറ്റില്ല. Okay, so we already saw that hand picking would not be a practical method for separating this. അല്ലെ, നമുക്ക് ഹാൻഡ് പിക്കിംഗ് വെച്ചിട്ട് എങ്ങനെയായാലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സാൻഡിന്റെയും സോൾട്ടിന്റെയും മിക്സ്ചറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? Keep this mixture in a beaker and add some water to it. നമ്മൾ ഇതൊരു മിക്സ്ചർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ്. Leave the beaker aside for some time. Do you see the sand settling down at the bottom? The sand can be separated by decantation അല്ലെങ്കിൽ filtration. അപ്പം എന്താ ഇവിടെ കണ്ടിട്ടുള്ളേ? നമ്മള് സാൻഡിന്റെയും സോൾട്ടിന്റെയും മിക്സ്ചർ എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് കുറേ സമയം കഴിഞ്ഞ സമയത്ത് നമുക്ക് സാൻഡ് മാത്രമേ കാണുന്നുള്ളൂ ഇതിനകത്ത് അല്ലെ. സാൻഡും വെള്ളവും മാത്രമേ കാണുന്നുള്ളൂ. ഉപ്പ് എവിടെ പോയി? സോൾട്ട് എവിടെ പോയി? വെള്ളം ഒഴിച്ച സമയത്ത് ഉപ്പ് പോയിട്ട് സാൾട്ടിന്റെ ഉള്ളില്, വാട്ടറിന്റെ ഉള്ളില് പോയി ഒളിച്ചിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഉപ്പ് കാണാനില്ല അല്ലെ. ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആയിപ്പോയി, സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആയിപ്പോയി. നമുക്ക് ഉപ്പ് കാണാനില്ല അല്ലെ. സാൻഡ് മാത്രം ഇതിന്റെ അടിയിൽ ഇങ്ങനെ സാൻഡ് കിടക്കുന്നുണ്ടാവും അല്ലെ. ഇതിന്റെ അടിയിൽ സാൻഡ് കിടക്കുന്നുണ്ടാവും. വാട്ടർ ഉപ്പിനെ എന്ത് ചെയ്ത് ഡിസോൾവ് ആക്കി അല്ലെ. വെള്ളത്തിന്റെ അകത്തേക്ക് ഉപ്പ് കലക്കി പോലെ ആയിപ്പോയി. ഉപ്പിനെ നമുക്കിനി കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആൻഡ് വാട്ട് ഡസ് ദ ഡീകാന്റഡ് ലിക്വിഡ് കണ്ടെയ്ൻ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഇവിടുന്ന് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇല്ലേ, ഈ ഒരു മെത്തേഡിൽ ഇതാക്കിയതിനു ശേഷം നമുക്ക് സാൻഡിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ വെള്ളത്തിൽ ആക്കിയിട്ട് ഉപ്പിനെ നമ്മൾ കളഞ്ഞു അല്ലെ. പക്ഷെ നമുക്ക് ഈ സാൻഡിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഡീകാന്റേഷൻ ചെയ്യാം. ഡീകാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാൻഡ് മാത്രമായിട്ട് കിട്ടും അല്ലെ. ഉപ്പ് വെള്ളത്തിന്റെ കൂടെ പോയില്ലേ. ഉപ്പ് വെള്ളത്തിന്റെ കൂടെ ഡിക്കാൻഡ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിന്റെ കൂടെ പോകില്ലേ. അടിയിൽ ആര് മാത്രമേ ഉള്ളൂ? ഇതിന്റെ അടിയിൽ ആര് മാത്രമേ ഉള്ളൂ? സാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഉപ്പ് വെള്ളത്തിന്റെ കൂടെ പോയി, ഇനി സാൻഡ് മാത്രമേ റിമൈനിങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. എന്തെങ്കിലും ഒരു ഫിൽട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു മിക്സ്ചറിനെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, നമ്മൾ ഒരു ഫിൽട്ടർ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നമുക്ക് എന്ത് കിട്ടുവാടാ? സോൾട്ട് വാട്ടർ കിട്ടും അല്ലെ. സോൾട്ട് വാട്ടർ താഴെ കിട്ടും, ഉപ്പ് വെള്ളം താഴെ കിട്ടും. ആൻഡ് ഇവിടെ ഈ ഫിൽട്ടറിന്റെ മുകളിൽ നമുക്ക് എന്തിനെ കിട്ടും? സാൻഡിനെയും കിട്ടും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ലേ, സാൻഡും സോൾട്ടും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സാൻഡും
സാൻഡും സോൾട്ടും തമ്മിലുള്ള മിക്സ്ചറിനെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സോൾട്ടിനെ നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബൈ ഡീകാൻറ്റേഷൻ ഓർ ഫിൽട്രേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് വാട്ട് ഡസ് ദ ഡീകാൻറ്റഡ് ലിക്വിഡ് കണ്ടെയ്ൻ? ഡീകാൻറ്റഡ് ലിക്വിഡിനകത്ത് എന്താ ഉള്ളത്? സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ, ഉപ്പും ഉണ്ട് വെള്ളവും ഉണ്ട്. നൗ വി നീഡ് ടു സെപ്പറേറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ ഫ്രം ദി ഡീകാൻറ്റഡ് ലിക്വിഡ്. ഉപ്പും വെള്ളത്തിന്റെ അടുത്ത് എങ്ങനെയാ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഇവാപറേഷൻ ചെയ്തില്ലേ? ഉപ്പും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇവാപറേഷൻ ചെയ്ത കണ്ടില്ലേ? നിങ്ങള് ഇവാപറേഷൻ ചെയ്ത കണ്ടില്ല? ഇവാപറേഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവാപറേഷൻ അല്ലെ? ഈ ഉപ്പ് വെള്ളത്തിന്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് സോൾട്ട് മാത്രം കിട്ടി, വെള്ളം മുഴുവൻ എന്തായി പോയി? ഇവാപറേറ്റ് ചെയ്ത് പോയില്ലേ? നേരത്തെ ഇവാപറേറ്റ് ചെയ്ത് പോയി. ആൻഡ് അപ്പം അതാണ് ആ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സോൾട്ട് വാട്ടറിനെ നമുക്ക് ഇവാപറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം സോൾട്ടും വാട്ടറിനെ നമുക്ക് ഇവാപറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ദിസ് ലിക്വിഡ് ടു എ കെറ്റിൽ. അപ്പൊ നമുക്ക് സോൾട്ടിനെയും വാട്ടറിനെയും ഇവാപറേറ്റ് ചെയ്ത് കളയുമ്പം നമുക്ക് വാട്ടറിനെ കിട്ടുമോ? ഇല്ല അല്ലെ? സോൾട്ട് മാത്രമേ കിട്ടുള്ളൂ അല്ലെ? വാട്ടർ ഇവാപറേറ്റ് ചെയ്തങ്ങ് പോകും അല്ലെ? നമുക്ക് കയ്യിൽ കിട്ടില്ല. അപ്പം അതിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെയും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് പറയുന്നുണ്ട്. എന്ത് ചെയ്യുക? നമ്മള് ഈ കിട്ടിയിരിക്കുന്ന സോൾട്ടിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിനെ നമ്മള് ഒരു കെറ്റിലിനകത്തേക്ക് ആക്കുക. എന്നിട്ട് നമ്മള് അതിന്റെ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, കെറ്റിലിന്റെ അകത്തേക്ക് ആക്കുക, അതിന്റെ ലിഡ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കെറ്റിലിന് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യാം. അന്നേരം സ്റ്റീം ക്യാൻ ബി സീൻ അല്ലെ? കെറ്റിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം വരും. കെറ്റിലല്ലേടാ, അതിനൊരു ഓപ്പണിംഗ് ഉണ്ടാവും, അപ്പൊ നമുക്ക് സ്റ്റീം കിട്ടും. ആൻഡ് ടേക്ക് എ മെറ്റൽ പ്ലേസ് വിത്ത് സം ഐസ് ഓൺ ഇറ്റ്. ഓക്കെ, ഹോൾഡ് ദ പ്ലേറ്റ് just above the spout of the kettle. What do you observe? Let all the water in the kettle boil off. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്. എന്താ ചെയ്തിട്ടുള്ളത്? നമ്മള് ഒരു കെറ്റിൽ എടുത്തു. ഇതാണ് കെറ്റില്. ഈ കെറ്റിലിനകത്ത് നമ്മൾ എന്താ എടുത്തത്? സോൾട്ട് വാട്ടർ എടുത്തു അല്ലെ? ഈ കെറ്റിലിനകത്ത് നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തു. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപറേഷൻ വഴി ആര് പോകുന്നുണ്ട്? ഇവാപറേഷൻ വഴി വാട്ടർ പോകുന്നുണ്ട് അല്ലെ? വാട്ടർ പോകുന്നുണ്ട്. ആ ഒരു ഇവാപറേഷൻ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു പാൻ വെക്കുന്നുണ്ട്. ഒരു പാൻ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കുറെ ഐസ് ക്യൂബ്സ് വെക്കും. ഐസ് ക്യൂബ്സ് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഐസ് ക്യൂബ്സ് വെക്കുന്ന സമയത്ത് ഇതൊരു തണുപ്പാണ് അല്ലെ? ഈ ചൂടുള്ള ഇവാപറേറ്റ് ചെയ്ത് വരുന്ന വാട്ടർ ഒരു തണുപ്പുള്ള സ്ഥലം അല്ലെ? ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാ. അപ്പം തണുപ്പുള്ള സ്ഥലത്ത് എന്തെന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ വേപ്പേഴ്സ് മുഴുവൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമുക്ക് വേറൊരു കണ്ടെയ്നറിൽ ഇവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണ്ടെയ്നറിൽ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഈ കണ്ടെയ്നറിൽ നമുക്ക് വെള്ളത്തിനെ കിട്ടും. ഇതാണ് ആ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അപ്പം എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തില്ല. നമ്മള് ആ സോൾട്ടിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിനെ നമ്മൾ ഒരു കെറ്റിലെടുത്തു. ആ കെറ്റിൽ നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഓപ്പണിങ്ങിലോട് കൂടി ഈ വാട്ടറിന്റെ വേപ്പേഴ്സ് വന്നു. ഈ വന്നിരിക്കുന്ന വാട്ടർ വേപ്പേഴ്സിനെ നമ്മൾ റീഡയറക്ട് ചെയ്തു അല്ലെ? ആ പോകുന്ന പാത്ത് അതിനെ പിടിച്ചു വെച്ചു. അതിനെ നമ്മൾ വേറൊരു പാത്തിലേക്ക് ഡയറക്ട് ചെയ്തു. ലൈക്ക് പ്ലേസിങ് an ice cube over this plate and we will collect this water in another beaker അല്ലെ? നമ്മള് വേറൊരു ബീക്കറിൽ ആ ഒരു വെള്ളത്തിനെ നമ്മൾ കളക്ട് ചെയ്തു. അപ്പം നമുക്ക് റിമൈനിങ് ആയിട്ട് ഇതിനകത്ത് എന്ത് കിട്ടും? റിമൈനിങ് ആയിട്ട് നമുക്ക് കെറ്റിലിൽ എന്ത് കിട്ടും? we will get salt അല്ലെ? അപ്പം വെള്ളം വേറെ വഴിയെ പോയി, സോൾട്ട് വേറെ വഴിയെ പോയി, സാൻഡ് നമ്മൾ ഓൾറെഡി ഡീകാൻറ്റേഷൻ വഴിയോ ഫിൽട്രേഷൻ വഴിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തു.
സോ ഇതാണ് ലോജിക്കൽ തിങ്കിങ് അല്ലെ, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നും ആലോചിക്കും. ഇതിനെ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുക, ഇതിനെ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ആലോചിക്കും. അപ്പം നമുക്ക് ഐഡിയ കിട്ടും. സോളിഡും ആണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, സോളിഡും ലിക്വിഡ് ആണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, ലൈറ്ററും ഹെവിയറും ആണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നും നമ്മൾ ലോജിക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സോൾട്ടിനെയും വാട്ടറിനെയും വെള്ളം കളയാതെ നമുക്ക് സേവ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ ഐസ് ക്യൂബ് വെച്ചില്ലേടാ, ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത്, വാട്ടർ വേപ്പേഴ്സിനെ എന്താക്കി, വാട്ടർ ഡ്രോപ്ലെറ്റ് ആക്കി എടുക്കുക ചെയ്തത് അല്ലെ. അപ്പം വേപ്പേഴ്സ് ഗ്യാഷ്യസ് ഫോമിൽ അല്ലെ, ഞാൻ പറഞ്ഞു ഗ്യാസ് ആണ് ഇതൊന്ന്, ഗ്യാസ് ആയിട്ട് പോകുന്ന സാധനത്തിന് നമുക്ക് ലിക്വിഡ് ആയിട്ട് കിട്ടിയില്ലേ. ഗ്യാസ് ആയിട്ട് പോയതിന് നമുക്ക് ലിക്വിഡ് ആയിട്ട് കിട്ടി. അതിനെ നമ്മൾ പറയും എന്താണെന്നറിയോടാ, ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കണ്ടൻസേഷൻ. അപ്പം ഇവാപ്പറേഷനും ഉണ്ട്, കണ്ടൻസേഷൻ ഉണ്ട് അല്ലെ. അപ്പം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതിനെ നമുക്ക് വെള്ളമായിട്ട് തണുപ്പിച്ച സമയത്ത് നമുക്ക് വെള്ളമായിട്ട് കിട്ടിയതിനെ നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. സോ വി വിൽ കോൾ ഇറ്റ് ആസ് കണ്ടൻസേഷൻ. അപ്പം when the steam comes in contact with the metal plate cooled with ice, it condenses and forms liquid water. The water drops that you observed falling from the plate were due to condensation of steam അല്ലേ. സ്റ്റീമിന് കണ്ടൻസേഷൻ നടന്നിട്ടാണ് ഇവിടെ നമുക്ക് വെള്ളമായിട്ട് കിട്ടിയിട്ടുള്ളത്. The process of conversion of water vapor into its liquid form is called as condensation. അപ്പം കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിനെ സോളിഡ് ഫോമിലുള്ള വാട്ടർ, ഗ്യാഷ്യസ് ഫോമിലുള്ള വാട്ടർ വേപ്പറിനെ ലിക്വിഡ് ഫേസിലേക്ക് മാറ്റുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുക. അപ്പൊ എന്താ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ നിന്നിരിക്കുന്ന കണ്ടൻസേഷൻ എന്താ, വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും, ലിക്വിഡ് ആയിട്ട് മാറൂലേ, ലിക്വിഡ് ആയിട്ട് മാറും. എപ്പം കൂളിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെ, തണുപ്പിക്കുന്ന സമയത്ത് അല്ലെ, കൂളിംഗ് ചെയ്യുന്ന സമയത്ത് നീരാവിയായി പോയിട്ടുള്ള വാട്ടർ വേപ്പർ നമ്മൾ ഐസ് ക്യൂബ് വെച്ച് പിടിച്ചു വെച്ചപ്പോഴത്തേക്ക് കണ്ടൻസേഷൻ സംഭവിച്ചു അല്ലെ, ലിക്വിഡ് ആയിട്ട് മാറി. ആ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവാപ്പറേഷനും ഉണ്ട്, കണ്ടൻസേഷനും ഉണ്ട് അല്ലെ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റുന്നത്, ആൻഡ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റുന്നത്. അങ്ങനെ രണ്ട് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, we have thus separated salt, sand and water using processes of decantation. നമ്മൾ ചെയ്തു അല്ലെ. ഫസ്റ്റ് സാൻഡിനെ നമ്മൾ ഡീകാൻറ്റേഷൻ ചെയ്തു, നമ്മൾ ഫിൽട്രേഷൻ ചെയ്തു, ഇവാപ്പറേഷൻ ചെയ്തു, ആൻഡ് നമ്മൾ ഫൈനലി എന്തും ചെയ്തു, കണ്ടൻസേഷൻ ചെയ്തു. അപ്പൊ ഡീകാൻറ്റേഷൻ ചെയ്തു, ഫിൽട്രേഷൻ ചെയ്തു, ഇവാപ്പറേഷൻ ചെയ്തു, ആൻഡ് കണ്ടൻസേഷൻ നമ്മൾ ചെയ്തിട്ടാണ് ഇത്രയും മിക്സ്ചറിനെ, സോൾട്ട്, സാൻഡ് ആൻഡ് വാട്ടറിന്റെ മിക്സ്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ടറിന് എത്ര എമൗണ്ട് ഓഫ് വാട്ടറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, എത്ര എമൗണ്ട് ഓഫ് വാട്ടറിനെ, ഒരു സബ്സ്റ്റൻസിനെ വാട്ടറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? What will happen as we go on adding more and more substances to a fixed quantity of water? എന്താ സംഭവിക്കുക? നമ്മള് ഒരു കപ്പില് വെള്ളം എടുത്തു. ഓക്കെ, നമ്മള് വാട്ടർ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇതിനെ സ്റ്റിർ ചെയ്തു. ഓക്കെ,
നമ്മൾ വാട്ടർ എടുത്തു, സോൾട്ട് ആഡ് ചെയ്തു, നമ്മൾ സ്റ്റിർ ചെയ്തു. ഞാൻ പിന്നെ ഇത് മുഴുവൻ ഡിസോൾവ് ആയേ. പിന്നെ ഞാൻ നോക്കിയപ്പം ഉപ്പ് കാണാനില്ല, വെള്ളത്തിന്റെ അകത്ത് ഉപ്പ് കാണുന്നില്ല. ഞാൻ നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് വെള്ളത്തിന്റെ അകത്ത് ഉപ്പ് കാണാത്ത പോലെ ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെയും സോൾട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെയും സ്റ്റിർ ചെയ്തു. അപ്പൊ എനിക്ക് പിന്നെയും ഉപ്പ് കാണാൻ പറ്റിയില്ല. അത് ഞാൻ പിന്നെയും ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്തു സോൾട്ട്. ഞാൻ പിന്നെയും നന്നായിട്ട് സ്റ്റിർ ചെയ്തു, പിന്നെയും ഞാൻ ഉപ്പ് കണ്ടില്ല. ഞാൻ പിന്നെ ആഡ് ചെയ്തു, പിന്നെയും ആഡ് ചെയ്തു, പിന്നെയും ആഡ് ചെയ്തു, നന്നായിട്ട് സ്റ്റിർ ചെയ്തു. കുറേ സ്റ്റിർ ചെയ്ത സമയത്ത് ഇല്ലേ, കലങ്ങുന്നില്ല, ഇത് കലങ്ങുന്നില്ല. കുറച്ച് സാൾട്ട് മാത്രം താഴെ ഇങ്ങനെ കാണാൻ പറ്റി, കുറച്ച് സാൾട്ട് മാത്രം എനിക്ക് താഴെ കാണാൻ പറ്റി. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇതിൽ കൂടുതൽ സോൾട്ടിനെ വാട്ടർ പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ സോൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ഇനി സോൾട്ടിന് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ സോൾട്ടിനെ കാണിച്ചുകൊണ്ടേയിരിക്കും. സോൾട്ടിന് ഇനി എനിക്ക് കുറേ സോൾട്ടിനൊക്കെ ഞാൻ എടുത്തു, ഇനി എനിക്ക് സോൾട്ടിനെ ഒളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വാട്ടർ പറയും. ഓക്കെ, അപ്പൊ വാട്ടർ പറയും ഞാൻ കുറേ സോൾട്ടിനൊക്കെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഇനി എനിക്ക് സോൾട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് വാട്ടർ പറയും. ഓക്കെ, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ആണ്. അതാണ് നമ്മൾ പറയുന്ന ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. pour half a cup of water in the beaker, add some teaspoonful of salt and stir it well. അല്ലെ, നമ്മൾ ടീസ്പൂൺ ഫുൾ ഓഫ് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. until the salt dissolve completely. Again add a teaspoon full of salt and stir well. പിന്നെയും ആഡ് ചെയ്യുക, പിന്നെയും സ്റ്റിർ ചെയ്യുക. Go on adding salt. Continue adding salt. പിന്നെയും ആഡ് ചെയ്യുക. After adding a few spoons of salt, some salt remains undissolved and settles at the bottom of the beaker. കുറേ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് അൺഡിസോൾവ്ഡ് ആയിട്ട് താഴെ ബോട്ടത്തിൽ പോയിട്ട് കിടക്കും. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, താഴെ ബോട്ടത്തിൽ പോയിട്ട് കിടക്കും. That means that no more salt can be dissolved in the amount of water we have taken. The solution is now said to be saturated. വെള്ളം പറയും അല്ലേ, കുറേ സോൾട്ടിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വെള്ളം പറയും ഇനി എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ സാച്ചുറേറ്റഡ് ആയി എന്ന് പറയും. ഇനി എനിക്ക് സോൾട്ട് വേണ്ട, ഞാൻ സാച്ചുറേറ്റഡ് ആയി എന്ന് ആര് പറയും? വെള്ളം പറയും. സോ അതിനെയാണ്, ആ സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുക. ഇനി ഇതിൽ കൂടുതൽ സോൾട്ടിനെ അവർക്ക് എടുക്കാൻ പറ്റില്ല. ഈവൻ ഷുഗർ ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും ഒക്കെയാണ്. ഇപ്പൊ സോൾട്ടാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തത്. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ സോൾട്ടിനെ ഇവർക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് പറയും ഞാൻ സാച്ചുറേറ്റഡ് ആയി, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയും. ഓക്കെ, സോ how will you separate if amount of salt taken is very huge than the amount of sand taken? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു സ്പൂൺ മാത്രം സാൻഡ് എടുത്തിട്ട് കുറേ സ്പൂണിൽ സോൾട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തു അല്ലെ. നേരത്തെ നമ്മൾ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്തത്? ഈക്വൽ ആയിട്ട് സോൾട്ട് കൊടുത്തു, സാൻഡ് കൊടുത്തു അല്ലെ. എന്നിട്ട് നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തു? നമ്മൾ അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്തു അല്ലെ. വെള്ളം ആഡ് ചെയ്ത സമയത്ത് സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയി. എന്നിട്ട് നമ്മൾ ഡീകാന്റേഷൻ നടത്തിയിട്ട് സാൻഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. സോൾട്ടും വാട്ടറും ബാക്കി റിമൈനിങ് ആയിരുന്നു. സോൾട്ടിനെയും വാട്ടറിനെയും നമ്മളൊരു കെറ്റിൽ എന്ത് ചെയ്തു? കെറ്റിൽ നമ്മൾ ഇവാപ്പറേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? കണ്ടൻസേഷൻ നടത്തി അല്ലേ. ഇങ്ങനെയായിരുന്നു നമ്മൾ സോൾട്ടും സാൻഡും ഈക്വൽ എമൗണ്ടിൽ എടുത്ത സമയത്ത് നമ്മൾ ഇങ്ങനെയാ സെപ്പറേറ്റ് ചെയ്ത്. ഇനി ചോദിക്കുക, ഇവര് കുറേ സോൾട്ട് അല്ലെ, സോൾട്ട് എന്ന് പറയുന്നത് കുറേ എടുത്തു, സാൻഡ് എന്ന് പറയുന്നത് കുറച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതിനെ എടുത്ത എമൗണ്ടിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുമോ? കിട്ടില്ല. കാരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റീസൺ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടും ഈക്വൽ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോൾട്ടിന്റെ എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്.
take some water in a beaker and mix salt in it until it cannot dissolve any more salt. This will give you a saturated solution of salt in water. അപ്പോൾ നമ്മളോട് ഒരു saturated solution of salt in water ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ ഉണ്ടാക്കാൻ പറയാം. എങ്ങനെയാ ഉണ്ടാക്കാം? വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറെ സോൾട്ട് ഇടുന്ന സമയത്ത് നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് കിട്ടും. ആൻഡ് നമ്മൾ ആഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ടു ഇറ്റ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഹീറ്റ് ചെയ്യൂ, നിങ്ങളൊന്ന് ഹീറ്റ് ചെയ്യൂ. അപ്പം വാട്ട് ഡു യു ഫൈൻഡ്? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയേ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടീസ്പൂൺ ഓഫ് സോൾട്ടും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ പറയും ഇനി എനിക്ക് സോൾട്ടിനെ വേണ്ടാന്ന് പറയുന്ന സൊല്യൂഷനാണ്. അപ്പോഴും നമ്മൾ ഒരു സ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കുറച്ച് കാണും അല്ലെ, കുറച്ച് സോൾട്ടിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്നറിയോ ഇവിടെ സംഭവിക്കുക? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കണ്ട സാധനം പിന്നെ കാണൂല. വാട്ടർ കുറച്ചും കൂടി എന്താക്കും? ഡിസോൾവ് ചെയ്യും. വെള്ളം കുറച്ചും കൂടെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും സോൾട്ടിനെ. അപ്പൊ ഞാൻ പിന്നെയും വിചാരിച്ചു, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി ഞാൻ. അപ്പൊ ഞാൻ പിന്നെയും ഒരു സ്പൂൺ ഓഫ് സോൾട്ട് ഇട്ടിട്ട് പിന്നെയും ഹീറ്റ് ചെയ്തു. അപ്പോഴും എന്ത് കാണുന്നില്ല? സോൾട്ടിനെ കാണുന്നില്ല. സോൾട്ട് ഡിസോൾവ് ആയി. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവർ വീണ്ടും എന്ത് ഉണ്ടാക്കാൻ തുടങ്ങി? എന്ത് ചെയ്യാൻ തുടങ്ങി? സോൾട്ടിനെ വാട്ടറെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ now add a small quantity of salt to this saturated solution and heat it. What do you find? അപ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? more and more salt dissolve ആവുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. Okay. So what happens to the undissolved salt in the bottom of the beaker? Does it dissolve now? അല്ലേ, അത് ഡിസോൾവ് ആയിപ്പോയില്ലേ? Yes. Can some more salt be dissolved in the solution by heating it? Let this hot solution cool. ഇത് ചൂടാക്കിയ സമയത്ത് കൂടുതൽ സാധനങ്ങൾ എന്തായി? കൂടുതൽ സോൾട്ട് ഡിസോൾവ് ആയി. ഇനി ചൂടാക്കി പെട്ടെന്ന് നമ്മൾ ചൂട് നിർത്തി അതിനെ തണുപ്പിക്കാൻ വെച്ചു അല്ലെ. തണുപ്പിക്കാൻ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ സോൾട്ടിനെ പഴയ പോലെ കാണാൻ പറ്റും അല്ലെ. കുറച്ച് സോൾട്ട് എന്ത് ചെയ്യും? കുറച്ചും കൂടി കാണാൻ പറ്റും. അപ്പം സാച്ചുറേറ്റഡ് ആയ സാധനത്തിന്റെ അകത്ത് പിന്നെയും സോൾട്ട് ആഡ് ചെയ്തപ്പോ കുറച്ച് സോൾട്ട് കാണാൻ പറ്റി. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോ എന്താ? ഓക്കെ. ഇതൊരു സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്പൂൺ ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്തു. സോൾട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പം സോൾട്ട് കാണാനില്ല. ഹീറ്റ് ചെയ്തപ്പം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് ഹീറ്റിംഗ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കൂൾ ചെയ്തു, തണുപ്പിച്ചു. അപ്പൊ എന്താ അറിയോ സംഭവിക്കാടാ? പിന്നെയും എനിക്ക് ഈ സോൾട്ട് കാണാൻ വേണ്ടി പറ്റും. സോ അതാ പറയുന്നത് larger quantity of salt can be dissolved water on heating എന്നും പറഞ്ഞു. ആൻഡ് ആ ടെമ്പറേച്ചറിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? സെറ്റിൽ ഡൗൺ ആയിട്ട് കാണാനും പറ്റുള്ളൂ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അത് വ്യത്യാസം വരും. വാട്ടർ ഡിസോൾവ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെന്റ് എമൗണ്ട്സ്. വാട്ടർ ഡിഫറെന്റ് സബ്സ്റ്റൻസസിന് ഡിഫറെന്റ് എമൗണ്ടിലാണ്. അപ്പം സോൾട്ടിനെ ഡിസോൾവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഷുഗറിനെ ഡിസോൾവ് ചെയ്യുക. ആൻഡ് നേരത്തെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് അല്ലെ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മോർ ആൻഡ് മോർ സോൾട്ടിനെ ഡിസോൾവ് ചെയ്തു. ആൻഡ് നമ്മൾ തണുപ്പിച്ച സമയത്ത് എന്താ കണ്ടേ? തണുപ്പിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കുറഞ്ഞു. വീണ്ടും നമുക്ക് ആ ക്രിസ്റ്റൽസ് കാണാൻ പറ്റി അല്ലേ. സാൾട്ട് അതിനകത്ത് പിന്നെയും കാണാൻ പറ്റി. അപ്പം ഒരൊറ്റ പർട്ടിക്കുലർ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾട്ടിനെ മാത്രമേ ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ വ്യത്യാസം വരുന്ന സമയത്ത് ഡിസോൾവ് ചെയ്യുന്ന ആൾക്കാരും വ്യത്യാസപ്പെടും അല്ലെ. അപ്പം എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്യും. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ ചോദിച്ചത്? ഞാൻ
How will you separate if amount of salt taken is very huge than the amount of sand taken? ആ സമയത്ത് എന്താ സംഭവിക്കുക? കുറച്ച് സാൻഡും കുറെ സോൾട്ടും ആവുന്ന സമയത്ത് നമ്മള് വെള്ളത്തിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് സോൾട്ട് ഉണ്ട് അല്ലെ? വെള്ളത്തിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾട്ട് ഉണ്ട്. നമ്മൾ കുറേ സോൾട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സാൻഡ് മാത്രമാണെങ്കിൽ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കഴിയുമ്പോഴത്തേക്ക് വെള്ളം പറയും മതി എനിക്ക് ഇനി സോൾട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ ഡീകാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഡീകാൻഡ് ചെയ്യുമ്പം ഈ സാൻഡിന്റെ കൂടെ ഫിൽട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫിൽട്രേഷൻ ചെയ്യുന്ന സമയത്ത് സാൻഡിന്റെ കൂടെ ആരും കൂടെ പോവും? സോൾട്ടും കൂടെ പോവും അല്ലെ? കുറച്ച് സോൾട്ട് മാത്രമേ വാട്ടറിൽ ഡിസോൾവ് ആവുള്ളൂ. അപ്പോൾ ഈ ഇഷ്യൂ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? യെസ്, ഗുഡ്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താൽ മതി അല്ലെ? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യും? അവര് ഡിസോൾവ് ചെയ്യും അല്ലെ? വെള്ളം പറയും ഈ ടെമ്പറേച്ചർ കൂടിയില്ലേ, അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഡിസോൾവ് ചെയ്തോളാം. ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിന്റെ എമൗണ്ട് കുറച്ചും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം അല്ലെ? മോർ വാട്ടർ ആഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ മോർ വാട്ടർ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ടാമതൊരു മെത്തേഡ് ചെയ്യാൻ പറ്റുക, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം ഒന്നില്ലെങ്കിൽ കുറെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടണം. ഈ രണ്ട് മെത്തേഡ് വഴിയാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നമ്മൾ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? അപ്പം നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ്. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കൺസൈസ് ചെയ്താലോ? കൺസൈസ് ചെയ്യാം. ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ്റെ അകത്താ ഫസ്റ്റ് ഹാൻഡ് പിക്കിംഗ് പഠിച്ചു, ത്രഷിംഗ് പഠിച്ചു, വിനോയിങ് പഠിച്ചു, സീവിങ് പഠിച്ചു, ഫിൽട്രേഷൻ പഠിച്ചു, ഡീകാനേഷൻ പഠിച്ചു, കണ്ടൻസേഷൻ പഠിച്ചു, ഇവാപ്പറേഷൻ പഠിച്ചു. ഇങ്ങനെ കുറെ മെത്തേഡ്സ് പഠിച്ചു അല്ലെ? ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസിന്റെ ഡിഫറൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെ? റൈസിന്റെ അകത്തുനിന്ന് സ്റ്റോൺ ഒക്കെ എടുക്കുന്നതാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ആൻഡ് ത്രഷിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ത്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മൾ പാഡിയൊക്കെ എന്ത് ചെയ്യും? അടിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. വിനോയിങ് എന്ന് പറയുന്നത് നമ്മൾ എയറിന്റെ ഡയറക്ഷനിൽ ലൈറ്റർ പാർട്ടിക്കിളിനെ കൊണ്ടുപോയിട്ട് ഹെവിയർ പാർട്ടിക്കിളിനെ നമ്മളൊരു ഹീപ്പായിട്ട് അല്ലെ നെല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത മെത്തേഡായിരുന്നു വിനോയിങ് എന്ന് പറയുന്നത്. ആൻഡ് സീവിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പഠിച്ചു അല്ലെ? സീവിങ്ങിൽ എന്തായിരുന്നു? നമ്മൾ ഫിൽട്ടർ ചെയ്തു, അതിന്റെ സൈസിന്റെ ഡിഫറൻസിൽ സീവ് ചെയ്തെടുത്തു. ഫിൽട്രേഷൻ പഠിച്ചു, ഡീകാനേഷൻ പഠിച്ചു, കണ്ടൻസേഷൻ പഠിച്ചു, ഇവാപ്പറേഷൻ പഠിച്ചു. അപ്പം ഇതിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. ഇതിന്റെ കോമ്പിനേഷൻസ് പഠിച്ചു അല്ലേ? രണ്ടിൽ കൂടുതൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാം നിങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പുതുതായിട്ട് പഠിച്ചു അല്ലെ? ഈ ചാപ്റ്ററിൽ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് വായിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഡെയിലി ലൈഫിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.